നമസ്കാരം, ഞാൻ ഡോക്ടർ ഉഷ മേനോൻ, കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. നവംബർ 14 എല്ലാ വർഷവും WHO ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും ചേർന്ന് ലോക പ്രമേഹ ദിനമായിട്ട് ലോകത്തുള്ള ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിൽ ആചരിച്ചു വരുന്നു. ലോകത്ത് ഏതാണ്ട് 10% ആളുകളെ ബാധിക്കുന്ന പ്രമേഹം എന്ന മഹാമാരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിനായിട്ടാണ് ഈ ലോക പ്രമേഹ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഏതാണ്ട് 50% പ്രമേഹബാധിതരും, പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹബാധിതർ അതിനെപ്പറ്റി അറിയുന്നില്ല എന്നുള്ളതാണ്. പരിശോധനകളിലൂടെ മാത്രമേ നമുക്കിത് തിരിച്ചറിയാൻ പറ്റൂ. ഒരിക്കൽ കണ്ടുപിടിച്ചാൽ തന്നെ നല്ല നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഇതുകൊണ്ടുള്ള സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, അന്ധത, വൃക്കരോഗം, അതുപോലെ കാൽ മുറിച്ചു മാറ്റൽ, അണുബാധകൾ എന്നിങ്ങനെയുള്ള ഗുരുതരമായ സങ്കീർണതകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യസമയത്ത് കണ്ടുപിടിക്കുന്നതും വേണ്ട രീതിയിൽ ചികിത്സിക്കുന്നതും നല്ല നിയന്ത്രണത്തിൽ നിർത്തേണ്ടതും വളരെ ആവശ്യമാണ്. ഇത് പക്ഷേ ഒരു വ്യക്തിപരമായി സാധിക്കുന്ന കാര്യമല്ല. ഇത് ഒരു കുടുംബം, ആ സമൂഹം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ, വൈദ്യരംഗത്തു നിന്നുള്ളവർ എന്നിവരെല്ലാവരും സംയോജിതമായി സമഗ്രമായി പ്രവർത്തിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേഹ ദിന സന്ദേശം ജോലിസ്ഥലത്തെ പ്രമേഹബാധിതരുടെ സൗഖ്യം എന്നുള്ളതാണ്. പല പ്രമേഹബാധിതർക്കും ജോലിസ്ഥലത്ത് അവർക്ക് പ്രമേഹമുണ്ടെന്ന് പറയാൻ മടിയാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയില്ല. പലർക്കും ഒരു ആരോഗ്യകരമായ ഭക്ഷണമോ വ്യായാമം ചെയ്യാനുള്ള സൗകര്യമോ മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ എന്നിവ എടുക്കാനുള്ള സൗകര്യമോ ഇല്ല. ഇടനേരങ്ങളിൽ ഒരു ലഘുഭക്ഷണം കഴിക്കാൻ പോലും പലർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനാണ് ഈ വർഷത്തെ പ്രമേഹ ദിന സന്ദേശം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രമേഹ നിയന്ത്രണം നിലനിർത്താൻ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതാം.